ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്നൊരു പ്രൊഡക്റ്റീവ് ഡേ ആട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ഇപ്പം സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല. ക്ഷമയൊക്കെ വന്നതിന് ശേഷം ഓരോ സ്ഥലത്തേക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ടേ ഫുള്ള് സ്കിപ്പാഞ്ഞ് ബാക്ക് ടു ചെയ്ത് തുടങ്ങണം. അപ്പോൾ ഐബോ ഉറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെയൊക്കെ എണീറ്റ് അടിയേക്ക് പോവാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് മടി കാരണം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണം. ഇനി മടി പിടിച്ചിരുന്നാൽ അതൊന്നും ചെയ്യൽ നടക്കൂല. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കണായിട്ട് മുമ്പ് ഫസ്റ്റ് ലെറ്റസ് മേക്ക് സം ബ്രേക്ക്ഫാസ്റ്റ്. എന്നിട്ട് നമുക്ക് അത് തിന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഇന്നത്തെ പണിയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് വീട്ടിലത്തെ ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് കോംബോ കേട്ടോ ഈ വെള്ളപ്പം ചിക്കൻ കറിയും. എനിക്കിങ്ങനത്തെ നൈസ് വെള്ളപ്പല്ലേ, നടുവിൽ ഈ കുണ്ടുപോലെ അത് പൂ പോലെ ഇല്ലാത്ത ഈ നൈസ് വെള്ളപ്പം, അങ്ങനത്തെ വെള്ളപ്പാട്ട് ഇഷ്ടം. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് തിന്ന് നമുക്ക് പണിയാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബെഡ്ഷീറ്റ്സൊക്കെ ഒന്ന് ആകലങ്കുലമായിട്ട് കിടക്കണുണ്ടല്ലോ. കാരണം ഐബു രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഐബുവിനായിട്ട് അങ്ങോട്ട് പോകും. പിന്നെ ഷാമയൊക്കെ ആ സമയത്ത് ഉറങ്ങും. അപ്പോൾ നമുക്ക് ബെഡ്ഷീറ്റ് സോർട്ട് ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ ഇതുപോലെ എപ്പോഴേലും എന്തിനേലും വേണ്ടിയിട്ട് മേലേക്ക് വരുമ്പോഴാണ് ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇന്നെന്തായാലും റൂമൊന്ന് സെറ്റാക്കി എടുക്കണം. ഇവിടെ കുറച്ച് പണികളുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ആദ്യം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കുറഞ്ഞ് പ്രോപ്പറായിട്ട് വിരിച്ചതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ പൊതുവേ ഇങ്ങനെ എൻ്റെ റൂമിൽ വന്നിരിക്കാറുള്ള ഒരാളല്ല കേട്ടോ. അതായത് ഐബൂനെ ഉറക്കാൻ ഉച്ചയ്ക്ക് രാത്രി അല്ലാണ്ട് ഞാൻ റൂമിൽ കുറേ നേരം സ്പെൻഡ് ചെയ്യുക അങ്ങനെ ഇരിക്കാറില്ല. അതായത് ഉച്ചവരെ എങ്ങനെ പോയാലും അടിയിൽ പണികളുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഐബൂന് ഉറങ്ങും. ആ സമയത്ത് കുറച്ച് നേരം ഒന്ന് കെടുക്കും. ഉറങ്ങുമൊന്നുമില്ല കേട്ടോ, കുറച്ച് നേരം കെടുക്കുന്നല്ലാണ്ട് കുറേ നേരം വന്ന് സ്പെൻഡ് ചെയ്യുക അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ വിൻഡോസ് ഓപ്പൺ ചെയ്യാറേ ഇല്ല. എന്നും വിൻഡോസ് ക്ലോസ് ആയിട്ടുണ്ടാവും. കർട്ടൻ പോലും ഞാൻ തുറന്നിക്കാറില്ല. കാരണം അവിടെ ഇരിക്കാത്തതുകൊണ്ട് ഇങ്ങനെ തുറക്കാറില്ല. അപ്പോൾ ഇതുപോലെ 2-3 വീക്സ് കൂടുമ്പോഴാണ് ഈ വിൻഡോസ് തുറക്കുക. ഫ്രഷ് എയർ ഒന്ന് അകത്തേക്ക് കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് തുറന്നിട്ട് അതൊന്ന് ക്ലീനാക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നലെ എനിച്ചിങ്ങനെ ഐബു ആകെ റൂമിൽ മെസ്സപ്പ് ആക്കിയിട്ടുണ്ട് എൻ്റെ ടോയ്സ് കൊണ്ടൊക്കെ. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ച് എന്തായാലും നാളെ ഒന്ന് വിൻഡോസൊക്കെ ഒന്ന് തുറന്ന് അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. കാരണം നമുക്ക് ഇടയ്ക്കിന് ഫ്രഷ് എയർ ഉള്ളിലേക്ക് എടുത്ത് നല്ലതാണല്ലോ. കാരണം ഇവൻ ചെറിയ കുട്ടിയിലെ ചിലപ്പോൾ ഇവന് പാമ്പേഴ്സ് ലീക്കായിട്ട് യൂറിനൊക്കെ നമുക്ക് ബെഡ്റൂമൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് ജസ്റ്റ് തുടച്ച് പോകുന്നല്ലാണ്ട് പിന്നെ വരുമ്പോഴാണ് നമുക്ക് സ്മെൽ. അപ്പോൾ നമ്മൾ വിൻഡോസൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ ആ സ്മെല്ലൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ കുറച്ച് ഫ്രഷ് എയർ ഉള്ളിലേക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ മന്തിൽ അല്ലെങ്കിൽ 3 വീക്സ് കൂടുമ്പോഴൊക്കെ ചെയ്യണ ഒരു കാര്യമായിട്ട് ഈ വിൻഡോസൊക്കെ തുറന്നതുപോലെ തുടക്കുക എന്നുള്ളത്. അല്ലാണ്ട് നമ്മൾ അടിച്ചൊരു തുടക്കുക 1 വീക്കിലൊക്കെ ചെയ്യും എന്നല്ലാണ്ട് ഈ വിൻഡോസ് തുറന്നിട്ടുള്ള ഈ ക്ലീനാക്കലും അത് ഇടയിലൊക്കെ ഈ തുണി കൊണ്ടുള്ള തുടക്കലൊന്നും ഉണ്ടാവാറേ ഇല്ല. ഭയങ്കര എയറാണ്. അപ്പം ഞാനിങ്ങനെ 2-3 ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇതെന്തായാലും ക്ലീനാക്കണം. അതായത് ബ്യൂറോസും ഒക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കുന്നത്. പിന്നെ മടിയെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, പറയണ്ട, ഭയങ്കര മടിയാണ്. അതായത് ഇന്നെന്തെങ്കിലും വിചാരിച്ചാൽ നാളെ ചെയ്യുക എന്നുള്ളൊരു സംഭവം. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ മാറ്റണം എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം. അത് മാറ്റിയാലേ നമുക്കൊന്ന് സെറ്റായിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ചടപെടുന്ന പ്രൊഡക്റ്റീവായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡെയിലി റുട്ടീൻ്റെ നമ്മളെ കാര്യങ്ങളുണ്ടാവുമല്ലോ. ഇപ്പോൾ അടിയിൽ അടിച്ചു വരിക, ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഐബൂന് ഫുഡ് കൊടുക്കുക, കുളിപ്പിക്കുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ പിന്നെ മേലെ വന്ന് ചെയ്യാനുള്ള മൂടുണ്ടാവില്ല. കാരണം അപ്പോൾ തന്നെ ഒരു ടൈമാവും ഏകദേശം. പിന്നെ വീണ്ടും ആവും മേലെ വന്ന് ചെയ്യാനുള്ള മൂഡ് മടിയായിട്ട് അങ്ങനെ ഇരിക്കും. പിന്നെ ഞാൻ മോർണിംഗ് തന്നെ വിചാരിച്ച ഐബൂന് ഫുഡ് കൊടുക്കുക, പരിപാടികൾക്കൊക്കെ കിടക്കണാട്ടി മുമ്പ് തന്നെ ഇതെന്തായാലും ഇന്ന് റൂമൊക്കെ ഒന്ന് തുടച്ച്
അടിച്ചു വരി വൃത്തിയാക്കി ക്ലീൻ ആക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അത് വിചാരിച്ച് ഞാൻ ചെയ്യും. എനിക്ക് അങ്ങനത്തെ ഇതുണ്ട്. എൻ്റെ മനസ്സിൽ ഞാൻ ഒരു കാര്യം വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നെ എത്ര ടൈം ഞാൻ ഉണ്ടാക്കിയിട്ടായാലും അത് ചെയ്ത് തീർക്കൂട്ടാ. പക്ഷെ വിചാരിക്കാൻ കുറച്ച് പണിയാണ്. അതായത് മടിയാണ് മെയിനായിട്ട്. മടി നല്ലോണം മാറ്റിയെടുക്കണം എന്നുള്ള പ്ലാനുണ്ട്. അതുപോലെ കുറച്ചുകൂടി ക്ലീനിങ് ഓർഗനൈസിങ് ഒക്കെ ആയിട്ട് ഇരിക്കണം. വഴിയെ നമുക്ക് ചെയ്യാം, ആവാം. ഞാൻ ഇന്ന് ഷാമിയക്കട് പറയുന്നിട്ട് ഇങ്ങനെ ചടപ്പ് തോന്നില്ല ചില ദിവസങ്ങളൊക്കെ നമുക്ക്. കാരണം എന്നും ഒരേ റുട്ടീന്. രാവിലെ എണീക്കുക, കുട്ടിക്ക് ഫുഡ് കൊടുക്കുക, രാവിലത്തെ പണി ചെയ്യുക, അടിച്ചു വാരുക, അങ്ങനെ പോവുക. ഒരേ റുട്ടീൻ തന്നെ. രാത്രി ഉറങ്ങുന്നിട്ട് ഒരു പുതുമല്ല. കാരണം നമുക്ക് എന്നും ഇങ്ങനെ ഒരേ റുട്ടീൻ ചെയ്യുമ്പോൾ ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെ ഭ്രാന്ത് പിടിക്കും. അപ്പോൾ ഷാമിയക്ക് പറയുന്നു ജോലിക്ക് പോയിക്കോ, അപ്പോൾ ഒരു പുതുമ ഉണ്ടാവുമല്ലോ. പക്ഷെ ജോലിക്ക് പോകാന്ന് വെച്ചാൽ അതിനെക്കാട്ടി മടി. പക്ഷെ പോകണം ജോലിക്ക് എന്തെങ്കിലും എന്തോ ഒരു വേറെ. പക്ഷെ ഇപ്പോൾ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരു തോന്നലുണ്ട് ഇതുപോലൊക്കെ ചെയ്യുമ്പോൾ. പക്ഷെ അങ്ങനത്തെ ദിവസം നിന്നില്ല, ഭയങ്കര ചടപ്പ്. ഞാൻ അങ്ങനെ പറയുന്നു ഒരു പുതുമ എന്തൊക്കെ ഭ്രാന്ത് പിടിച്ച് എന്നും ഒരേ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചത് നാളെ എന്തായാലും കുറച്ചിങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ കുറച്ചങ്ങനെ ടൈം പോയി കിട്ടും, കുറച്ച് പ്രൊഡക്റ്റീവായി തോന്നും. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കുറച്ചിങ്ങനെ എന്തൊക്കെ ചെയ്യണ്ടല്ലോ തോന്നിക്കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നുള്ളൊരു തോന്നൽ വരും കേട്ടോ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഹാപ്പിയായി. എന്തൊക്കെ ചെയ്തെന്നുള്ള തോന്നലൊക്കെ വന്ന് വരുമ്പോഴാണ് എൻ്റെ ഡെയിലി റുട്ടീനിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത പണിയാണിത്. ഐബൂന് ഫുഡ് കൊടുക്കുക. എന്താ ഇഷ്ടമില്ലാത്ത ചോദിച്ചാൽ തിന്നണ കുട്ടികളാണെങ്കിൽ ഓക്കെ, നമുക്ക് കൊടുക്കാൻ ഇഷ്ടം. കണ്ട കൊടുക്കുമ്പോൾ കണ്ടില്ലേ, അങ്ങോട്ട് തട്ടുക ഇങ്ങോട്ട് തട്ടുക, കുറേ കൈ വെക്കുക, കുറേ കഴിഞ്ഞിട്ട് വായ തുറക്കുള്ളൂ. ഇങ്ങനെ 1/4 മണിക്കൂറിൻ്റെ അവിടെ ഇങ്ങനെ പോകും, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എന്താ ചെയ്യുക വെച്ചതുപോലെ തിന്നാണ്ടാവും. ഞാൻ ഫോണിലൊക്കെ കളിച്ച് കുറച്ചൊക്കെ ടൈം എടുത്തിട്ടൊക്കെ കൊടുക്കുക. അല്ലാണ്ട് ഭ്രാന്ത് പിടിക്കുകയും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ കടയിൽ നിന്ന് വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി ഓരോ ഡപ്പയിലൊക്കെ ആക്കി സോർട്ട് ചെയ്ത് അതിൻ്റേതായ സ്ഥലത്ത് എടുത്ത് വെക്കണം. അപ്പോൾ അതൊക്കെ ഇനി അടുത്ത പണി. അപ്പോൾ അടുത്ത പണി വെച്ചാൽ ഒന്ന് എയറിൽ ഓയിലൊക്കെ ചെയ്തൊന്ന് എയർ വാഷ് ചെയ്തെടുക്കണം. ഞാനിങ്ങനെ ആഴ്ചയിൽ ഒരിക്കലാട്ടോ, അല്ലെങ്കിൽ 4 days കൂടുമ്പോഴാണ് ഓയിലൊക്കെ തേക്കുള്ളൂ. കാരണം എനിക്ക് ഭയങ്കര ഓയിലായിക്ക് വലിയ ഇഷ്ടമല്ല. മുടിയുമ്പോൾ ഭയങ്കര ഇങ്ങനെ ഇറിറ്റേഷൻ തോന്നും. എയർ വാഷ് ചെയ്യാറുണ്ട്, പക്ഷേ ഓയിൽ വെച്ചിട്ട് ഇങ്ങനെ എയർ വാഷ് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുമ്പോൾ നല്ലപോലെ ഞാനിങ്ങനെ കുളിക്കും. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെ നല്ലപോലെ ഡീപ്പ് കുളിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു റിലാക്സിങ് ഫീൽ. അതായത് നമ്മളൊരു പുറത്ത് പോയി സ്പാ ചെയ്ത് ഫീൽ കിട്ടും പറയില്ലേ, അങ്ങനത്തെ ഒരു ഫീൽ കേട്ടോ. പിന്നെ എന്തായാലും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല തണവുണ്ട് വെള്ളത്തിന്, എന്നാലും കുഴപ്പമില്ല. കാരണം മഴ പെയ്തിട്ടുണ്ടെന്നാലും കുഴപ്പമില്ല. എന്തായാലും ഇന്ന് വിചാരിച്ചാൽ അങ്ങനെ എയർ വാഷ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഒരാൾ വന്നിട്ടോ, മൂപ്പരാൾ ഉറക്കിയിട്ട് ഞാൻ ചെയ്യാൻ വിചാരിച്ചത്. ഉറങ്ങണമൊന്നും കാണാനില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ച് ഞാൻ ജനൽ തുറന്നിട്ടുണ്ടല്ലോ ഒന്ന്. അപ്പോൾ പുറത്തൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക, ഇറക്കാൻ നോക്കി ഇറങ്ങേയില്ല. അവിടെ ഇങ്ങനെ ചില സമയത്ത് അങ്ങനെ അവിടെ പിടിച്ച് നിൽക്കും വാശി പിടിച്ചിട്ട്. ചില സമയത്ത് വിചാരിച്ച കാര്യങ്ങൾ അവനക്ക് അങ്ങനെ ചെയ്ത് തീർക്കണം. എന്താ വിക്രസ് എന്താ ചെയ്യാൻ പോണ്? എന്താ നിക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പോവല്ലേ നമ്മള്? ഉറങ്ങാൻ പോവാ പറയും. മമ്മല്ലേ മമ്മ എവിടെ കയറണ്ടേ? ബാക്കിയില്ല. അങ്ങനെ കുളിയും മൈബൂനും ഉറക്കലും ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടന്നതിന് ശേഷം ഞാൻ ഷാമിയക്കോട് പറഞ്ഞു ഇങ്ങനെ ചടപ്പ്
അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇങ്ങനെ 2 ദിവസമായിട്ട് ഇങ്ങനെ ചടപ്പ് തോന്നിയിരുന്നിട്ട് വെറുതെ ഇങ്ങനെ ഒരേ റൂട്ടീനെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ഐബ് എന്തായാലും ബൈക്കുമ്പോൾ പോകണം വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു താപ്പം പിടിച്ചിട്ട് ഞാൻ ഷാമിക്കോട്ടെ നമുക്ക് ബൈക്കുമ്പോൾ പോവാം പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ 3 കൂടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയേക്കട്ടെ. അപ്പോൾ അങ്ങനെ ഷൊർണൂർ ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് കുറേ ഉൾവഴികളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് കുളമൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കട്ടെ അവിടെ. അപ്പോൾ ഐബുവിന് ഭയങ്കര ഇഷ്ടം ബൈക്കുമ്പോൾ അങ്ങനെ ഇരിക്കും. വേണ്ട. അങ്ങനെ നല്ല ചായയും ഉള്ളിവടയും പഴംപൊരിയൊക്കെ തിന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ടാണ്. ഒരു ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒക്കെ സെറ്റാവുമെന്ന് പറഞ്ഞ പോലെ അങ്ങനെ ചായ കുടിച്ച് നല്ല സൺസെറ്റൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്നും പറയണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെയുള്ള കമൻറ്റ്സ് ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ടാറ്റ ബൈ, സീ യു.